ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 23 മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോ നാളെ തിയേറ്ററിലെത്തുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ഈ സിനിമ വൈശാഖാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മലയാള ഭാഷയിൽ മാത്രം തിയേറ്ററിലെത്തുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 91 രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇന്നലെ ഈ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ തിയേറ്ററുകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരുന്നു. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ 100 തിയേറ്ററുകളിൽ വീതവും ആന്ധ്ര, തെലങ്കാന, നോർത്ത് ഇന്ത്യ എന്നിവിടങ്ങളിലായി 150 തിയേറ്ററുകൾ ഉൾപ്പെടെ ടോട്ടൽ 350 തിയേറ്ററുകളിലാണ് ഈ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. ഇന്നലെ രാത്രി പുറത്തു വന്ന പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കേരള പ്രീസെയിൽ കളക്ഷനായി 2.5 കോടിയോളം രൂപ ഈ ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളപ്പോൾ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി 3,75 ലക്ഷത്തോളം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് നായകനായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രം തിയേറ്ററിലെത്തി 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച പിന്നിടുമ്പോൾ ഈ ചിത്രം 50 കോടി ക്ലബ്ബ് എത്തിയിരിക്കുകയാണ്. 5ാം ദിവസമായ തിങ്കളാഴ്ച രാത്രി ഈ ചിത്രത്തിന്റെ 50 കോടി ക്ലബ്ബ് പോസ്റ്റർ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപ്രകാരം 5 ദിവസം കൊണ്ട് ചിത്രം 50 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ആദ്യ 5 ദിവസം കൊണ്ട് ഈ ചിത്രം 48 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയാണ് ഈ ചിത്രം 50 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. ഇനി ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായ ഡീറ്റെയിൽ റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി 3 കോടി 65 ലക്ഷം രൂപയും 2ാം ദിവസം 3 കോടി 75 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. 3ാം ദിവസമായ ശനിയാഴ്ച 4 കോടി 50 ലക്ഷം രൂപ കളക്ട് ചെയ്ത സിനിമ 4ാം ദിവസമായ ഞായറാഴ്ച നേടിയെടുത്തത് 5 കോടി 90 ലക്ഷം രൂപയായിരുന്നു. 5ാം ദിവസമായ തിങ്കളാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി 3 കോടി 30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 3 കോടിക്ക് മുകളിലുമാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് 21 കോടി 10 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 6 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 24 കോടിക്ക് മുകളിലുമാണ്. ഇനി ഈ ചിത്രത്തിന്റെ വിശദമായ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം 8 കോടി 5 ലക്ഷം രൂപയും 2ാം ദിവസമായ വെള്ളിയാഴ്ച 10 കോടി 62 ലക്ഷം രൂപയുമാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. 3ാം ദിവസം 12 കോടി 43 ലക്ഷവും 4ാം ദിവസം 12 കോടി 10 ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. 5ാം ദിവസമായ തിങ്കളാഴ്ച ഈ ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 5 കോടി 30 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് 48 കോടി 50 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി രൂപയാണ്. അങ്ങനെ 53 കോടി 50 ലക്ഷം രൂപയാണ് ഈ ചിത്രം 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. മെയ് 17 തിയേറ്ററിലെത്തിയ 2 സിനിമകളുടെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സനൂപ് സത്യൻ സംവിധാനം ചെയ്ത CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. കലാഭവൻ ഷാജോൺ നായകനായി അഭിനയിച്ച ഈ സിനിമ ആദ്യ ദിവസം 3 ലക്ഷം രൂപയും 2ാം ദിവസമായ ശനിയാഴ്ച 5 ലക്ഷം രൂപയും 3ാം ദിവസമായ ഞായറാഴ്ച 7 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപയാണ് ഈ ചിത്രം ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. സൈജു കുറുപ്പ്, ദേവനന്ദ, നിരഞ്ജൻ മണിയമ്പിള്ള രാജു എന്നിവർ അഭിനയിച്ച ഗു എന്ന സിനിമയാണ് അടുത്തത്. മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മണിയമ്പിള്ള രാജുവാണ്. ഒരു മികച്ച ഹൊറർ ഫാന്റസി ത്രില്ലർ സിനിമ എന്ന അഭിപ്രായം ഈ ചിത്രം നേടിയെടുത്തിരുന്നു. ഈ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ ദിവസം 13 ലക്ഷം രൂപയാണ് ഈ ചിത്രം ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. 2ാം ദിവസമായ ശനിയാഴ്ച 18 ലക്ഷം രൂപയും 3ാം ദിവസമായ ഞായറാഴ്ച 24 ലക്ഷം രൂപയുമാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 55 ലക്ഷം രൂപ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.